ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം FC ബാഴ്സലോണയെ പറ്റിയും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനെ പറ്റിയാണ്. നമുക്കറിയാം ഈ രണ്ട് ടീമുകളുടെയും കളി ഇപ്പോഴാണ് കഴിഞ്ഞത്. ലാലിഗയിലെ ഈ ഒരു വീക്കിലെ മത്സരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മത്സരം നെക്സ്റ്റ് വീക്കിലാണ് വരുന്നത്. അതായത് മിഡ് വീക്കിൽ ഈ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ആ ഒരു സമയത്ത് മത്സരം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുക. ബാഴ്സലോണയ്ക്ക് റിയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയ ആൽബസെറ്റയുമായിട്ടാണ് മത്സരം, സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ്. അപ്പൊ നമ്മള് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ബാഴ്സലോണയുടെ റയൽ മാഡ്രിഡിന്റെ ഗെയിംസ് എടുത്തു നോക്കിയാല് രണ്ട് ടീമുകളും വിജയിച്ചിട്ടുണ്ട്. അതിൽ റയൽ 2-1 ബാഴ്സലോണ 3-1 എന്നുള്ള സ്കോറിനാണ്. നമ്മളിപ്പോ ടേബിൾ നോക്കിയാൽ 55 അതുപോലെ തന്നെ 54 ആ ഒരു പോയിന്റിലാണ് സാധനം അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റി നമ്മളെ കഴിഞ്ഞ മാച്ചിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടും. അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് ബാഴ്സലോണയുടെ മാച്ചിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റയൽ മാഡ്രിഡിന്റെ മാച്ചിലേക്ക് വരാം. ബാഴ്സലോണയുടെ മാച്ചിൽ എനിക്ക് തോന്നിയ മെയിൻ ആയിട്ടുള്ള സംഭവം, ആ ഒരു മാച്ചിൽ 3-1 പകരം വലിയ 7-1 8-1 ബാഴ്സലോണക്ക് ആക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മാച്ചായിരുന്നു ബാഴ്സലോണയുടെ മാച്ച്. അതായത് അറ്റാക്കിങ്ങിൽ അത്രത്തോളം ഇൻപുട്ട് ഉണ്ടാക്കി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ബട്ട് ബാഴ്സലോണയുടെ ഫിനിഷിംഗ് പോരായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, കറക്റ്റ് ആയിട്ട് ഒരു കണക്ടിവിറ്റി കൊണ്ടുവരാൻ അവിടെ പറ്റിയില്ല എന്ന് പറയാം. അതായത് ആ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓൾമോയുടെ ഒരു അടിപൊളി പാസിൽ നിന്ന് യമാല ഗോൾ സ്കോർ ചെയ്യുന്നു, നല്ല ഗോളാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് ചാൻസുകൾ, എസ്പെഷ്യലി ഫെറാൻ ടോറസ് ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട്, യമാല് ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട്, ഫെറാന് ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളിയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് തന്നെ റാഫീനെ പിൻവലിക്കുന്നത് കണ്ട് അത് പരിക്കാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഒരുപാട് ചാൻസുകൾ പുട്ടിന് തേങ്ങ മാതിരുന്ന് ചാൻസ് ഇട്ടീന്. ഇത് എന്താ വെച്ചാല് ഇനി അഥവാ ഇപ്പോ നിലവിൽ നമുക്കറിയാം ടൈറ്റിൽ കോമ്പറ്റീഷൻ അത്രയും ലാലിഗയിൽ മാത്രമാണ് ഇത്ര ടൈറ്റ് ആയിട്ടുള്ളത്. ലീഗ് 1-ലില്ല. നമ്മളെ ബുണ്ടസ് ലീഗിൽ 6 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മളെ EPL 6 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സീരിയയിലും അതേമാതിരി 3-4 പോയിന്റ്സിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പോ നമ്മൾ ഈ ബാക്കിയുള്ള ലീഗൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ലാലിഗയിലാണ് നിലവിൽ ആ ടൈറ്റിൽ കോമ്പറ്റീഷൻ. അതായത് ഒറ്റ പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളൂ. അത് ആ കഴിഞ്ഞ ഈ മത്സരമല്ല, അതിന്റെ മുമ്പത്തെ മത്സരം ബാഴ്സലോണ റിയൽ സോസിഡാഡിനെതിരെ തോറ്റപ്പോ അതിന് മുമ്പത്തെ മത്സരം തോന്നുന്നില്ലേ, ഈ 2 മത്സരങ്ങൾക്ക് മുമ്പുള്ള ലാലിഗ മത്സരത്തെ തോന്നുന്നു റിയൽ സോസിഡാഡിനെതിരെ തോറ്റപ്പോ അന്ന് റയലിന് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റിയ എന്നുള്ളത്. അപ്പോ പറഞ്ഞ വെച്ചാൽ എന്താ വെച്ചാൽ ആ ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഈ ചെറിയ ഓപ്പോണന്റുകളെ കിട്ടുമ്പോൾ മാക്സിമം ഗോൾ അടിച്ചാൽ അത് ഗോൾ അഡ്വാൻറ്റേജ് കൂട്ടുന്നില്ലാണ്. കാരണം ചിലപ്പോൾ പറയാൻ പറ്റൂല, ചിലപ്പോ ലാസ്റ്റ് സമയത്ത് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാല് അത് ശരിക്കും പ്രശ്നമാണ്. കാരണം റയല് ഒരിക്കലും റയലിന്റെ തുടക്ക സീസൺ എടുത്ത റയല് നല്ല രീതിയിൽ പോയി. പിന്നെ എൽ ക്ലാസിക്കോക്ക് ശേഷം 3 കളി ഡ്രോ ഒന്ന് എൽച്ചെന്നേറ്റ് ഡ്രോ, റയോ വെല്ലക്കാന് ഡ്രോ, പിന്നെ വേറെ ഏതോട്ടെങ്കിലും അങ്ങനെ 3 കളി റയലിന് ഡ്രോ വന്നു. അപ്പൊ ആ ഒരു സമയത്ത് അഡ്വാൻറ്റേജ് എടുത്ത് മാക്സിമം ബാസ മുമ്പിലെത്തി. പക്ഷെ പിന്നെ ബാസ എവിടേക്ക് ബാസ ഡ്രോപ്പ് ചെയ്തു, റയൽ മാഡ്രിഡ് പിന്നെയും വന്നു. അപ്പൊ അങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ മാക്സിമം ഗോൾ എടുക്കുക, ആ ഗോൾ ഡിഫറൻസ് അത്രയും ഭീകരമായിട്ട് ഉയർത്താനുള്ള കാര്യമാണ് ഏത് ടീമും ചെയ്യേണ്ടത്. അങ്ങനെ ബാഴ്സലോണക്ക് ഒരുപാട് ചാൻസ് വന്നു, പക്ഷെ ഗോൾ അടിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളി കണ്ടപ്പോൾ ബാഴ്സലോണയുടെ ഹൈലൻഡ് ഡിഫൻസ്, ആ ഒരു ഹൈലൻഡ് ഡിഫൻസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇനീഗോ മാർട്ടിൻസ് ആയിരുന്നു. ആ ഒരു ബാക്ക് ലൈനിലെ ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനീഗോ മാർട്ടിൻസ്. പുള്ളിക്കാരനായിരുന്നു ആ ഒരു ഡിഫൻസീവ് ലൈൻ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിരുന്ന പ്ലെയർ. അപ്പൊ പുള്ളിക്കാരൻ പോയ സമയത്ത് ആദ്യം ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇപ്പോഴും അതില് പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കളിയിലൊക്കെ എൽച്ചയ്ക്ക് നല്ലൊരു ഫിനിഷർ അല്ലെങ്കിൽ ബെറ്റർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ബാഴ്സലോണയ്ക്കെതിരെ ഒരു ഗോളിന് പകരം 2-3 ഗോളുകൾ അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആ ഒരു ഹൈലൻഡ് ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. ഹൈലൻഡ് ഡിഫൻസ് നല്ല പടി വരുന്നുണ്ട്. പിന്നെ ഹൈലൻഡ് ഡിഫൻസ് വെക്കുമ്പോൾ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, അതുപോലെ നിങ്ങളെ ഹൈലൻഡ് ഡിഫൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ഓപ്പണന്റിനെ സ്പീഡ് വെച്ചിട്ട് ഓടി പിടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. അങ്ങനത്തെ എത്ര പ്ലേയേഴ്സ് നിലവിൽ FC ബാഴ്സലോണയുടെ സ്കോഡിലുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ നമ്മളെ ഡിഫൻസീവ് ലൈനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഓടി പിടിക്കാൻ കപ്പാസിറ്റി ഇല്ല, ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ടീമിനോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേയേഴ്സ് ആണ്. അതായത് കിട്ടൂല എന്ന് കണ്ടാലും പോയി ഒന്ന് ചലഞ്ച് ചെയ്യുക, അതുപോലെ കിട്ടിയാലും ഒന്ന് ഉള്ള രീതിയിൽ പോയിട്ട് പോണ പ്ലേയേഴ്സ് എത്രത്തോളം ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് ബാസലിന്റെ മാത്രമല്ല റയലിന്റെയും ഒരു പ്രശ്നമാണ്. റയലിന്റെ ഞാൻ അങ്ങനെ ആകെ ഒരു പ്ലെയറിനുള്ളൂ കാണല്, ഒന്ന് ഫെഡോ വാൽവേർഡെ, പിന്നെ ഗോൺസാലോ കാർച്ച, അങ്ങനെ 2-3 ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും ഒരു കോൺട്രാ അറ്റാക്ക് ഒന്നും എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് അറിയില്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കും. അതിപ്പോ ഹുയ്സൺ ആണെങ്കിലും, ഹുയ്സണൊക്കെ എനിക്ക് എംപ്ലയർ ആണ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരാണ്ട്. അതായത് നമുക്ക് ബാസയുടെ കഴിഞ്ഞിട്ട് റയലിന്റെ കാര്യത്തിലേക്ക് പോവാം.
അപ്പൊ ബാസിന്റെ ഹൈലൈൻ ഡിഫൻസ് നല്ല രീതിയിൽ പണി വരുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട മാച്ച് തോന്നിയ ആളാണ് ഡിജോങ്. അതായത് നമ്മളിപ്പോ റയലിന്റെ വാൽവർദ്ധ പറയുന്ന മാതിരി ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അത്ര നല്ല രീതിയിൽ ടീമിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന എന്നാ തീരെ മീഡിയ കവറേജോ ഒന്നും കിട്ടാത്ത താരം ഡിജോങ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ആ ഒരു ചങ്ങായി ആ ഒരു മിഡ്ഫീൽഡില്. അപ്പൊ ഏതായാലും ആ ഒരു കളിന്റെ ഫസ്റ്റ് ഹാഫ് വന്നാൽ ബാഴ്സലോണ ഗോൾ എടുക്കുന്നു. അതിനുശേഷം എൽച്ചെ നല്ലപോലെ കളിക്കുന്നു. ഒരു കളിച്ച് അവസാനം ഗോൾ തിരിച്ചടിക്കുന്നു. 1-1 എന്നുള്ള സ്കോറിലേക്ക് ആ ഒരു ഗെയിം എത്തിക്കുന്നു. അങ്ങനെ ഒരു ഹാഫ് ടൈം എത്തുന്നു. ഹാഫ് ടൈമിന്റെ മുമ്പൊക്കെ ആകെ അങ്ങോട്ട് ബോൾ അടിക്കും ഇങ്ങോട്ട് ബോൾ അടിക്കും അങ്ങനത്തെ ഒരു കളിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണ ഫുള്ളായിട്ട് കളിന്റെ കൺട്രോൾ ബാഴ്സലോണ തന്നെ എടുക്കുന്നു. ആ ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നെ 2 ഗോളുകൾ വരുന്നുണ്ട്. ഒന്ന് ഫെറാൻ അടിച്ച ഒരു ഗോൾ, അത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് സമയത്തില്ല 40-ാം മിനിറ്റിലായിട്ട് ഫെറാൻ അടിച്ച ഗോൾ. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡ് നമ്മൾ റാഫിനെ മാറ്റി റാഷ്ഫോർഡേയും കൊണ്ടുവരുന്നു. അതിൽ റാഷ്ഫോർഡ് നല്ല ചാൻസുകൾ കിട്ടുന്നുണ്ട്, ഓപ്പൺ ചാൻസുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ റാഷ്ഫോർഡ് മുതലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു രണ്ടാമത്തെ ചാൻസ് റാഷ്ഫോർഡ് ഗോൾ എടുക്കുന്നുണ്ട്. പിന്നെ ആ ലാസ്റ്റ് സമയത്ത് എടുക്കാം യമാലിന് ചാൻസ് ഉണ്ട്. ബട്ട് പ്ലേയേഴ്സ് ആണ് നമ്മള് റോബോട്ട് ഒന്നും അല്ലല്ലോ, ഇതൊക്കെ കറക്റ്റ് പ്രോംസ് കൊടുത്ത് ഗോൾ എടുക്കാൻ. അങ്ങനെ ഗോൾ എടുക്കാൻ പറ്റുന്നില്ല. ഏതായാലും ആ ഒരു മത്സരത്തിൽ ഫ്ലിക്ക് ആകെ ഡിസപ്പോയിന്റ് ആയിരുന്ന ആള്. കാരണം ആ ഒരു മത്സരം FC ബാഴ്സലോണക്ക് 5-1 6-1 ഒക്കെ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മത്സരമായിരുന്നു. ബട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ലീഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എൻഡ് ഓഫ് ദ ഗെയിം ജയിക്കലാണ്, 3 പോയിന്റ് എയിം ചെയ്യലാണ്. അതാണ് ഇനിയിപ്പോ നമ്മൾ എത്ര കളിച്ചിട്ട് അവസാനം തോറ്റാ പോയിന്റ് പോയ പിന്നെ ലീഗിൽ കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു 3 പോയിന്റ് ബാസ കിട്ടി. ബാസ ടേബിൾ ടോപ്പിൽ ആ ഒരു സമയത്ത് 4 പോയിന്റിന്റെ അഡ്വാൻറ്റേജിൽ ടേബിളിന്റെ ടോപ്പിലെത്തി. ഇനി നെക്സ്റ്റ് റയൽ മാഡ്രിഡ് വേഴ്സസ് റയോ വല്ലക്കാനും മത്സരം. അതിൽ അതിന്റെ ബിഹൈൻഡ് സീന് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് റയൽ മാഡ്രിഡും റയോ വല്ലക്കാനും കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരം സമനിലായിരുന്നു. ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് റയൽ ജയിച്ചത്. അതായത് 2024-25 സീസണിന്റെ രണ്ടാമത്തെ ഇതുണ്ടാവല്ലോ ഗെയിം, ഫസ്റ്റ് ഗെയിം എന്ന സെക്കൻഡ് ഗെയിമിലാണ് റയൽ ജയിച്ചിട്ടുള്ളത്. ഈ സീസണിൽ റയോ വല്ലക്കാനായിട്ടുള്ള മത്സരം അവിടെ ഓരോ ഗ്രൗണ്ടിൽ പോയിട്ട് ഡ്രോ ആയിരുന്നു അതിന്റെ മത്സരം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവരെ ടാറ്റിക്സ് അതാണ്, അവര് തോൽക്കൂല, റയൽ മാഡ്രിഡിനെ ജയിക്കാൻ അനുവദിക്കൂല, സമനിലാക്കുക കളി അത്ര. അപ്പൊ നമ്മൾ ആ മത്സരത്തേക്ക് വന്ന സ്ഥിരം പോലെ ഫെഡെ വാൽവെർദെ റൈറ്റ് ബാക്ക്, അസൻസിയോ ഹുയ്സൺ സ്റ്റാർട്ട് ചെയ്യുന്നു. കമവിംഗ ലെഫ്റ്റിലുണ്ട്, റോഡ്രിഗോന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മസ്തന്തോന്, എംബാപ്പെ, വിനി ആ ഒരു ലൈനാണ് മുമ്പിലുള്ളത്. മിഡ്ഫീൽഡിൽ പുള്ളിക്കാരൻ സ്ഥിരം ഇറക്കണം കാര്യം ആർദ, ബെല്ലിംഗാം, ചുവമനി ആ ഒരു മിഡ്ഫീൽഡ്. അത് കളി ഫസ്റ്റ് ഹാഫ് എന്നല്ല, ഫസ്റ്റ് കുറച്ച് സമയം റയൽ നല്ല രീതിയിൽ കളിക്കുന്നു. ആ ഒരു എംബാപ്പയ്ക്ക് ഗോൾ കണ്ടെത്താം. എംബാപ്പല്ല, വിനീഷ്യസിന്റെ ഒരു അടിപൊളി സാധനം പുള്ളിക്കാരൻ. അത് വന്ന ശേഷം ബാഡ്ജൊക്കെ പിടിച്ച് മുത്തണ സീനൊക്കെ ഉണ്ടായിരുന്നു, നല്ലതാണ്. ഫാൻസിനെ ആശ്വസിപ്പിക്കാൻ നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പൊ പുള്ളിക്കാരൻ അത് 1-0 ലീഡ് എടുക്കുന്നു. അതിനുശേഷം പിന്നെ കളി എന്താ പറയാ, ആ ഒരു 1-0 കളി അവസാനിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ്. കാരണം തീരെ ഒരു അറ്റാക്കില്ല. ഐ മീൻ കളിയിൽ ടാറ്റിക്സ് ആണ് സംഭവം തന്നെ അല്ല. നമ്മള് പണ്ടത്തെ ഇതൊക്കെ പറയല്ലോ, പാസ്റ്റ് റൊണാൾഡോ, സിദാന്റെ കാലത്ത് അതിരുന്ന ടാറ്റിക്സ്, പാസ്റ്റ് റൊണാൾഡോ, പാസ്റ്റ് നെയ്മർ, പാസ്റ്റ് മെസ്സി, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പാസ്റ്റ് വിനി, പാസ്റ്റ് എംബാപ്പെ എന്നൊക്കെ പറയേണ്ടി. അല്ലാതെ പ്രത്യേകിച്ച് ടാറ്റിക്സോ ഒരു ട്രയാങ്കിൾ കളിച്ച് കയറേ, അണ്ടർലാപ്പോ ഓവർലാപ്പോ അങ്ങനെ ഒരു ക്രോസ് കൊടുത്തിട്ടില്ല കളിയോ ഒന്നും. എന്താ ടാറ്റിക്സ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല ആ കളിയില്. ആകെ ഇങ്ങനെ കുറെ റൊട്ടേറ്റ് ഉണ്ട്, കുറെ ഇടക്കിടക്ക് സ്വിച്ച് ഓവേഴ്സ് വരുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് എന്താണ് ഒരു ഇപ്പൊ ഹൈ പ്രസിംഗും അല്ല കളിക്കണേ, എന്തൊക്കെ ഒരു കളി കളിക്കുന്നുണ്ട്. അങ്ങനെ വിനി ആ ഗോൾ അടിക്കുന്നു. അതിനുശേഷം ഹാഫ് ടൈം വരെ ഇങ്ങനെ തട്ടുമുട്ടി പോകുന്നു. ഹാഫ് ടൈമിന് ശേഷമാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് അത്ഭുതകരമായ സബ്സ്റ്റിറ്റ്യൂഷൻ. അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇതിന് മുമ്പത്തെ കളിയിലും റിയൽ മാഡ്രിഡിന് വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതായത് നമ്മൾ അസൻസിയോനെ മാറ്റി സബയോസിനെ ഇറക്കുന്നു, ചുവമനിനെ ഡിഫൻസീവ് മിഡിൽ നിന്ന് സെൻട്രൽ ബാക്കിലേക്ക് കളിപ്പിക്കുന്നു. സെൻട്രൽ ബാക്ക് കളിക്കുമ്പോൾ പ്രശ്നം എന്താ അറിയോ, റിയൽ മാഡ്രിഡിന്റെ ബാക്ക് ലൈനിൽ ആരൊക്കെ അറിയോ, ഫെഡെ വാൽവെർദെ, കമവിംഗ, ചുവമനി, ഹുയ്സൺ 4 ഡിഫൻസീവിലെ 3 മിഡ്ഫീൽഡാണ്. എങ്ങനെയാ റയലിന് പിന്നെ നല്ല മിഡ്ഫീൽഡ് ഉണ്ടാവാം? ഇക്കൊരാണെങ്കിൽ റയൽ മാഡ്രിഡിന് നമ്മുടെ ഡിഫൻഡേഴ്സെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ള് മിഡ്ഫീൽഡേഴ്സെ സൈൻ ചെയ്യാം. റൈറ്റ് ബാക്കിലാണെങ്കിൽ ആർണോൾഡും നമ്മളെ കാർവലും ഇറങ്ങണില്ല. കാർവല് പിന്നെയും ആള് ഫിറ്റാണ്, ആളെ ഇറക്കണില്ല കോച്ച്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കുറെ കാലം ആ സഭയിൽ ഇരിക്കണേ, ഐ മീൻ ചാൻസ് കൊടുക്കണില്ല, മിനിറ്റ് കൊടുക്കണില്ല. പിന്നെ ലെഫ്റ്റ് ബാക്കിന് കറാഡസിന് സസ്പെൻഷൻ ഉണ്ടാവും. കറാഡസിന് പകരം ഫ്രാങ്ക് ഗാർഷ്യ അത്ര ഇതല്ല. പക്ഷെ എന്താ അറിയോ, നമ്മൾ ഈ ഫെഡെ വാൽവെർദെ, കമവിംഗ, ചുവമനി ഇതൊക്കെ മിഡ്ഫീൽഡിൽ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ആണ്. അവരെ പിടിച്ചിട്ട് ഡിഫൻസീവ് ലൈനിൽ ഇടുമ്പോൾ മിഡ്ഫീൽഡ് സത്യം പറഞ്ഞ ഷോക്കായി മാറും. അതൊരു വശമാണ്.
അങ്ങനെ പിന്നെ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. അത് സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു 52-ാം മിനിറ്റിലോ ആ ഒരു സമയത്ത് തന്നെ 52-50 ആ ഒരു സമയത്ത് തന്നെ ഇവര് ഗോൾ അടിക്കുന്നു, റയ ഗോൾ അടിക്കുന്നു. മറ്റേ അസൻസിയോക്കും, അസൻസിയോ അല്ല, നമ്മളെ ഫെഡേക്കും അതുപോലെ തന്നെ ചുവമനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതായത് ഗോൾ അടിക്കുന്നു. അതിനുശേഷമാണ് പിന്നെ കളി ഇങ്ങനെ പതുക്കെ പതുക്കെ ടൈറ്റ് ആയതെടുത്തത്. അതായത് ടാറ്റിക്സ് ഇല്ലെങ്കിലും ഒക്കെ സൂപ്പർ സ്റ്റാറുകളാണല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാനുള്ള ശ്രമം. അങ്ങനെ എനിക്ക് ഇന്നലത്തെ കളി, റയലിന്റെ കളിയിൽ എടുത്തു പറയേണ്ട പ്ലെയർ ആയിട്ട് തോന്നിയത് നമ്മളെ ബാസിന്റെ ഫ്രാങ്കിനെ പറഞ്ഞ മാതിരി റയലിന്റെ ഇവന് സബയോസ് എന്നൊരു മിഡ്ഫീൽഡിൽ കുറെ കാലത്തിന് ശേഷമാണ് മിഡ്ഫീൽഡിൽ അത്രത്തോളം ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കി കളിക്കുന്ന പ്ലെയർ. അതായത് നമ്മുടെ ടോണി ക്രൂസിന്റെ മാതിരിയൊക്കെ കുറച്ചേരം കളി ഇങ്ങനെ ആ ഒരു കളിന്റെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഏത് നമ്മളിപ്പോ പെട്രൊക്കെ മൂവ്സ് എടുക്കുന്ന മാതിരി ഏത് സമയത്താണ് പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ മൂവ്സ് എടുക്കുന്ന ഒരു കളി രീതി സബയോസിന് കാണാൻ പറ്റി. ആൾക്ക് അത്ര ചാൻസ് ഒന്നും കിട്ടില്ല, പക്ഷെ ഇന്നലെ സബയോസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെയോ കാട്ടുന്നു. അതിൽ ചില സമയത്തൊക്കെ ഫെഡ ഭാഗത്ത് ഷൂട്ട് എടുക്കുമ്പോൾ ഒന്നാറ്റും കണ്ട് കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട്. അതൊക്കെ ഫെഡ പോലെ രണ്ട് പ്ലേയേഴ്സ്, അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഫെഡ ഒറ്റക്ക് ഓടി പിടിക്കുന്നുണ്ട്. അതേമാതിരി ഒരു കൗണ്ടർ അറ്റാക്ക് ഒന്നായിട്ട് വന്ന് അത് മറ്റേ റോളസിൻസിയ ബാക്കിൽ പ്രഷർ കൊടുത്തോണ്ടും ഗോൾ പോസ്റ്റിൽ തിബോട്ട് കോർട്ടും ഉണ്ടായോണ്ടും കഴിച്ചില്ലായി എന്ന് പറയാം. പിന്നെ അങ്ങനെ താട്ടി മൂട്ടി എങ്ങനെയെങ്കിലും ഗോള്. അങ്ങനെയാണ് അവസാനം 90 മിനിറ്റ് ശേഷം 50 മിനിറ്റാണ് എക്സ്ട്രാ ടൈം ആണ്. അങ്ങനെയാണ് 97-ാം മിനിറ്റിൽ ആ ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. ആ ഒരു പെനാൽറ്റി ഫൗളാണ്. അതായത് പന്ത് കറക്റ്റ് കിട്ടിയിട്ടില്ല, കറക്റ്റ് കിട്ടിയെന്ന് വെച്ചറിയില്ല, പക്ഷെ ആ ഒരു പ്ലെയറിന്റെ കാല് ബ്രാഹിം ഡിയാസിന്റെ നമ്മളെ ജസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് ടച്ച് ഉണ്ട്. അപ്പൊ പെനാൽറ്റി എടുക്കുന്നു, എംബാപ്പെ പോകുന്നു, പെനാൽറ്റി എടുക്കുന്നു, ഗോൾ. മത്സരം 2-1. ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു ആശ്വാസം. കാരണം എന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ തന്നെ റയലാകെ മൂഞ്ചി കളിക്കുക. കോപ്പ ഡെൽ പോയി, സ്പാനിഷ് സൂപ്പർ കപ്പ് പോയി. ഇനി ആകെ ബാക്കിയുള്ള 2 ലാ ലീഗും ചാമ്പ്യൻസ് ലീഗും. അതിൽ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം ഞാൻ നോക്കണേയില്ല, കാരണം ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചാൽ ഈ ഒരു റയൽ മാഡ്രിഡ് സ്കോറിനെ കൊണ്ട് ഇത്രയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമിൽ നിൽക്കുന്ന ഈ ഒരു സ്കോറിനെ കണ്ട് അടിക്കാന്ന് പറയണം. അറിയില്ല, അടിക്കാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ഓപ്പണന്റ് അല്ല, ബയേൺ, ആഴ്സണൽ, ലിവർപൂൾ, അങ്ങനെ ബാഴ്സലോണ ഇത്രയും എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ടില്ല, കറക്റ്റ് ടാറ്റിക്സ് പരമായി കളി ഫോളോ ചെയ്യുന്ന ടീമുകൾ. ഓക്കെ, അത്രയും ടീമിന് വേണ്ടി എഫേർട്ട് എടുക്കണ താരങ്ങളുള്ള, അത്രയും ജയിക്കണം എന്ന് തൽപരരായ പ്ലേയേഴ്സ് ഉള്ള ടീമുകൾക്കെതിരെ റിയൽ മാഡ്രിഡ് ഇത്തരത്തിലുള്ള ഈഗോസും, അതായത് കൃത്യമായ ഗെയിം പ്ലാനും ഇല്ലാതെ എത്രത്തോളം. ഇപ്പൊ നമുക്കറിയാലോ, ബെൻഫിക്ക ഒരു ലോകോത്തര ടീമല്ല. അവർക്ക് പറയപ്പെടുന്ന ഒരു പ്ലേയേഴ്സും ഇല്ല, നമ്മളെ വേൾഡ് ക്ലാസ്, ടോപ്പ് ക്ലാസ് എന്ന് പറയപ്പെടുന്ന പ്ലേയേഴ്സ് ഇല്ല. അവരുടെ ലീഗിൽ അവർ 3-ാം സ്ഥാനത്താണ്, അതും 10 പോയിന്റ് ബെഹിൻഡ്. ആ ഒരു ബെനിഫിക്ക് ഒരു കളി അത്യാവശ്യമായിട്ട് വന്ന് ജയിച്ചാതെ അവർക്ക് നിവർത്തിയില്ല. അവര് റയൽ മാഡ്രിഡിനെ തീർത്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് അത്രയും മോശപ്പെട്ട ടീം, മോശപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ആ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിൽ തീരെ ഫോം ഔട്ടായി കളിക്കുന്ന ടീമിന് ഒരു ഇമ്പോർട്ടന്റ് ഗെയിമിൽ അവർ എന്തായാലും ജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് റയലിനെതിരെ ജയിക്കാൻ പറ്റണ്ടേ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂള്, ആഴ്സണൽ, ബാഴ്സലോണ, PSG തുടങ്ങിയ ടീമുകൾ, ഇന്റർ മിലാന്, ചെൽസി, അവര് റയലിനെതിരെ നോക്കൌട്ട് ഘട്ടത്തിൽ വരുമ്പോ ജയത്തിനപ്പുറം അവര് എന്താഗ്രഹിക്കാനാണ്? അവരൊരു ഫുൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാല് റയൽ തോൽക്കും. ഇനി നമുക്ക് വേറൊരു പണ്ടത്തെ കാവ്യാത്മകമായ രീതിയിൽ പറയാം, റയലാണ് മിറാക്കിൾസ് സംഭവിക്കുന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു ടീമിൽ, ആ ടീമിനെ ലീഡ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. കരീം ബെൻസിമ, ടോണി ക്രൂസ്, ലുക്ക മോഡ്രിച്ച്, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർവൈല സ്ഥിരം സ്കോഡുകൾ ഉണ്ടായിരുന്ന ടീമാണത്. മാർസൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന പ്ലേയേഴ്സ്. ഇപ്പത്തെ റിയൽ മാഡ്രിഡിന്റെ എത്ര പ്ലേയേഴ്സ് അങ്ങനെയുണ്ട്? അസൻസിയോ ആ ഒരു ഇതുണ്ട്, ഹുബ് ഇഷ്ടമുണ്ട് ടീമിനോട്, ബട്ട് ആളെടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും മണ്ടത്തരങ്ങളായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫെഡേ വാൽവർഡാണ് പിന്നെ ആ ടീമിനോട് ഭയങ്കര മുഹബത്തിലെ ചങ്ങായി. കാരണം സാബി അലൻസോയോട് പറഞ്ഞതാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പറ്റൂല എന്നതും. പിന്നെയും വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കളിക്കാണ്, അത്രയും സാക്രിഫൈസ് ചെയ്ത് കളിക്കാണ്. പിന്നെ റോഡ്രിഗോ ആള് ലെഫ്റ്റില് വിനി, സെൻട്രൽ എംബാപ്പെ. അതിന് റയൽ മാഡ്രിഡിന്റെ അവരില്ലടത്തോളം കാലം അങ്ങനെ തന്നെ കാരണം. കാരണം അത്രയും ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിനെ എന്തിന് ഒഴിവാക്കണം എന്നുള്ള ചോദ്യം മറുപുറത്ത് നമുക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ റോഡ്രിഗോ ആൾറെഡി ഒരു ലെഫ്റ്റ് വിംഗറാണ്. അപ്പോ പുള്ളിക്കാരൻ സാക്രിഫൈസ് ചെയ്യാണ് പുള്ളിക്കാരന്റെ പൊസിഷൻ റൈറ്റ് വിംഗിലേക്ക്. ഇനിയിപ്പോ അവിടെയാണ് മസ്തന്തൂനൊക്കെ അല്ലാതെ അത് വേറെ ചർച്ച. അപ്പൊ അത്തരത്തിലുള്ള പണ്ടത്തെ പ്ലേയേഴ്സിനെ നമ്മൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്ലേയേഴ്സ് റിയൽ മാഡ്രിഡിന് വേണ്ടി എഫേർട്ട് കൊടുക്കാൻ റെഡിയാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ കാവ്യാത്മകമായ മിറാക്കിൾസും സംഭവങ്ങളൊന്നും സംഭവിക്കൂല. അതൊക്കെ ആ ഒരു മാഡ്രിഡിൽ വരുമ്പോ എത്ര ഗോളിന് തോറ്റിക്കാണെങ്കിലും സാന്റിയാഗോ പറഞ്ഞ പോലെ
ആ ഒരു ക്രൗഡിന് മുമ്പില് എല്ലാം കൊടുക്കുന്നുള്ളൊരു ആ ഒരു ബാഡ്ജിന് വേണ്ടി കളിക്കുന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതിത്തെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിന് സത്യം പറഞ്ഞാൽ ഇല്ല. സത്യം പറഞ്ഞാൽ സാധനമില്ല. പിന്നെ അന്നത്തെ കാലത്ത് സിദാന്, അൻസലോട്ടി അതൊക്കെയായിരുന്നു ടാക്ടീഷ്യന്മാര്, കോച്ചുമാര്. ഇപ്പൊ അബ്ബലാണ് ഫസ്റ്റ് സീനിയർ കരിയറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടണില്ല. UCL റയലിന്റെ സാധ്യത തീരെ ഇല്ല എന്ന് പറയാം. ആസ് എ മാൻഡ്രിഡ് ഫാൻ എനിക്ക് അത് ഹോപ്പ് തീരല്ല. നമ്മളൊരു ക്വാർട്ടർ ഫൈനൽ സെമിയിലൊക്കെ എത്തുകയാണെങ്കിൽ എത്തും, അത്രത്തോളൊക്കെ ഉള്ളൂ ഞാൻ പ്രതീക്ഷിക്കണം. പിന്നെ ലാലിഗയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് എവിടെയോ റയലിന് വീണ് പോയ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പോയ ചില പോയിന്റ്സുകള് ഇപ്പൊ തിരികെ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ബാഴ്സലോണക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള നല്ല കാര്യമാണ്. പക്ഷെ നമ്മള് കളി കാണുമ്പോഴാണ് കറക്റ്റ് ഒരു പ്ലാൻ ഇല്ലാതെ കളിച്ചു കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അതായത് വിനീഷ്യസ് ആൾറെഡി ലെഫ്റ്റ് വിങ്ങറാണ്, മസന്തുന റൈറ്റ് വിങ്ങറാണ്. പിന്നെ അവരെന്താ വെച്ചാല് ഇൻസൈഡ് ആയിട്ട് റണ്ണ് എത്തും സെൻട്രൽ ബോക്സിൽ. ഈ എംബാപ്പ് ഗോൾ എടുക്കുന്നുണ്ട്, അതിലൊന്നും വെച്ചൊരു വിരോധമല്ല. എംബാപ്പ് നല്ല പ്ലെയർ ആണ്. ബട്ട് എന്താ അറിയോ, ഈ എംബാപ്പ ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് പുള്ളിക്കാരനെ ലെഫ്റ്റ് വിങ്ങക്കും വെല്ലിക്കും. പിന്നെ സെൻട്രൽ സൈഡിൽ ആരും ഉണ്ടാവില്ല. അത് ഭയങ്കര ഒരു ചടപ്പിടിച്ച പരിപാടിയാണ്. കാരണം സെൻട്രൽ ഏരിയയിൽ ആരും ഉണ്ടാവില്ല. മിഡ്ഫീൽഡേഴ്സും കുറച്ച് ഗ്യാപ്പ് ഇട്ടാൻ വേണ്ടി സൈഡിക്കും വെല്ലിക്കും. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി മറ്റേ സൈഡിക്ക്, അവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ സൈഡിക്ക്. അതെന്താ മാറ്റാത്തതെന്ന് ചിന്തിക്കണേ. ഒന്നെങ്കിൽ കോച്ച് മാറ്റണം, എനിക്ക് പ്ലേയേഴ്സ് തന്നെ ഒരു ഇതെടുക്കണ്ടേ, എന്താ അറിയില്ല. ഏതായാലും എന്റെ റയോലക്കാരനെ 2-1 പരാജയപ്പെടുത്തി മാച്ച് വിൻ ചെയ്യുന്നു, 3 പോയിന്റ് കരസ്ഥമാക്കുന്നു. ലാലിഗയിലെ ടൈറ്റിൽ റേസിൽ FC ബാഴ്സലോണയ്ക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പൊ ഇനി റയലിന്റെ അടുത്ത കളി വരുന്നത് അടുത്ത സൺഡേ തോന്നുന്നുണ്ട്, ലാലിഗയിലെ നെക്സ്റ്റ് മത്സരം. ഇനി അതിന്റെ ഇടയിൽ ജൂഡ് ബെല്ലിംഗാമിന് പരിക്ക് പറ്റിപ്പോയി. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടുപോയ സംഭവം. അതിന് ഏകദേശം നമ്മള് പെറ്റിന്റെ കേസ് പറഞ്ഞ മാതിരി പുള്ളിക്കാരന് ഹാംസ്ട്രിങ് ആണ്, നമ്മളെ റൈറ്റ് ഫുട്ട് ആണ്. അപ്പൊ അതും ഈ ഒരു ഫെബ്രുവരി മിക്കവാറും കളിക്കാണ്ടാവില്ല. ഫെബ്രുവരി ആള് ഉണ്ടാവില്ല എന്നാണ് നിലവിൽ ഇപ്പൊ ഞാൻ ചിലതൊക്കെ വായിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത്. മാർച്ചിന്റെ പകുതിയിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ ടീമിലേക്ക് എത്താം. ഓക്കെ, അപ്പോ ബെല്ലിംഗാമിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നത് ബ്രാഹിം ഡേവിസ് ആയിരുന്നു. അത് നമ്പർ 10 കളിക്കാൻ ബ്രാഹിം ഡേവിസ് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു ഫസ്റ്റത്തെ ഗോളിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ പെനാൽറ്റി വിൻ ചെയ്തു. ഒരു ഗുഡ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് കളിയിൽ ഗോൾ അടിച്ചപ്പോ ഒക്കെ ബ്രാഹിം ഡേവിസിന്റെ ഇമ്പാക്ട് ഉണ്ടായിന്ന് പറയാം. പിന്നെ ഇപ്പൊ എന്താ ആര് കളയാൻ പറ്റി പറയുന്നത് ഇന്നത്തെ കളി. വേറെ സംഭവം ഓർമ്മ വന്നത്, കുറെ കട്ട് ബാക്ക് പാസുകളും ഇതൊക്കെ വെച്ചെടുക്കുന്നുണ്ട് ബാഴ്സലോണയുടെ പറഞ്ഞ മാതിരി തന്നെ. പക്ഷെ ബാഴ്സലോണയുടെ ഒക്കെ കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. പക്ഷെ പ്ലേയേഴ്സ് എടുക്കുന്ന ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തുന്നില്ല. റയലിന്റെ വിനീഷ്യസ് ഒക്കെ കുറെ നല്ല റൺ ചെയ്ത് നല്ല പാസ് വെച്ചെടുക്കും, പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല. എനിക്ക് ഇടുന്ന പാസ് ഇപ്പൊ ബ്രാഹിം ഡേവിസിന് കോപ്പും പോസ്റ്റിലേക്ക് കിട്ടിയതൊക്കെ എന്താണ് മിസ്സായി പോയി. പാസ് എംബാപ്പയ്ക്ക് കൊടുത്താണ്, പക്ഷെ ആ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പാസ് കിട്ടിയില്ല. അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ എംബാപ്പന്റെ ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോയി. ഓപ്പൺ ചാൻസ് ആയിരുന്നു, അത് അടിയിൽ കൂടി അടിച്ചാൽ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ കുറച്ച് ഹൈറ്റ് കൂടി അടിച്ചപ്പോ ക്രോസ് ബാറിൽ തട്ടിപ്പോയി. അങ്ങനത്തെ സംഭവബഹലമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ബാഴ്സലോണയ്ക്ക് ഇനി UCL വരാൻ പോകാം. ഒന്നെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ പാരീസ് സെന്റ് ജർമ്മൻ ബാഴ്സലോണ ഫാൻസ് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് അവസാന നിമിഷത്തിൽ ബാഴ്സലോണയെ തോൽപ്പിച്ച ആ സമയത്ത് നമ്മുടെ റാഫിനൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ, ഇല്ലാന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയാം. അപ്പൊ ആ ഒരു സമയത്ത് ബാഴ്സലോണ പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇരിക്കാണ് നമ്മളെ പ്ലേ ഓഫ് ഘട്ടം വന്നത്. ആ ഒരു പ്ലേ ഓഫില് ഇനി ബാഴ്സലോണക്ക് ഓപ്പണന്റ് ആയിട്ട് വരിക PSG, ന്യൂകാസില്, മൊണോക്കോ, കോറാബക്കോ, അങ്ങനെ ഏതോ ടീമാണ്. അതിൽ PSG മൊണോക്കോ ആണ് കളി. അതിൽ അഫ്കോഴ്സ് PSG ജയിക്കും. പിന്നെ ന്യൂകാസിലും വേറെ ചെറിയ കോറാബക്ക് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഈ കോറാബക്കാണ് ഒരു അസർബൈജാൻ ക്ലബ്ബാണ്. അപ്പൊ ന്യൂകാസിലും കോറാബക്കും കളിച്ചാൽ എന്തായാലും ന്യൂകാസിൽ ജയിക്കും. അപ്പൊ ഇനി ബാഴ്സലോണക്ക് ഒന്നെങ്കിൽ PSG അല്ലെങ്കിൽ ന്യൂകാസില്. അതിൽ എന്താന്ന് വെച്ചാലേ ചിലപ്പോ ഇങ്ങനെ നിയമം ഉണ്ടാവൂടാ. അതായത് ഒരേ ലീഗിൽ നിന്നുള്ള 2 ടീംസ് തമ്മിൽ പ്ലേ ഓഫ് കളിക്കുന്ന നിയമം ഉണ്ടെങ്കിൽ, ആ നിയമം എന്താ വെച്ചറിയില്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് ചെൽസിക്കും ബാസക്കാണ് ഈ ന്യൂകാസിലും PSG ടീമുകളും ഓപ്പണന്റ് ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ബാസക്ക് ഒരുപക്ഷെ PSG കിട്ടൂല. കാരണം ന്യൂകാസിലും ന്യൂകാസിലും ഒപ്പം വരാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരേ ലീഗിൽ നിന്നുള്ള 2 ടീമുകൾ ഒപ്പം പ്ലേ ഓഫ് അല്ല റൗണ്ട് 16 കളിക്കാൻ പറ്റിയതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചെൽസിക്ക് PSG കിട്ടും, ബാസക്ക് ന്യൂകാസിലും കിട്ടും. ഒതർവൈസ് ആണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോ ബാസക്കിന് UCL ടഫ് ഫിക്സ്റ്റേഴ്സ് ആയിരിക്കും വരിക. റയലിനും ബെൽഫിക്കയാണ്, ഹോസെ മൊറീനോയുടെ ബെൽഫിക്ക. റിവെഞ്ച് അടിക്കൊന്നില്ലൊക്കെ കണ്ടറിഞ്ഞ കാട. നമ്മള് ആദ്യം തന്നെ തൊള്ളിട്ടിട്ട് ഒരു കാര്യമില്ല മാൻഡ്രിഡ് ഫാൻസ്. കാരണം
വെറുതെ ഈ ഒരു ടീം നമുക്ക് ടാക്ടിക്കൽ ആയിട്ട് ഒരു സംഭവം തന്നെ ഇല്ലാന്നേ. എന്താ ടാക്ടിക്സ്? പാസ്റ്റ് എംബാപ്പെ, പാസ്റ്റ് വീഡിയോ. ഈ പണ്ടത്തെ കാലത്തൊക്കെ പാസ്റ്റ് റൊണാൾഡോ പറയുമ്പോഴും സിദാന്റെ കയ്യിൽ നല്ല ടാക്ടിക്സ് ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ടോണി ക്രൂസും ലുക്കാ മോഡ്രിച്ചൊക്കെയാണ് അവിടെ കളിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സങ്കടം വരും. ഈ ഞാൻ ഈ ചില സമയത്ത് എന്റെ ഒരു ഹോബി എന്താ വെച്ചാല് ഈ റയലിന്റെയും ബാസിന്റെ ഒക്കെ പണ്ടത്തെ കളി ഇങ്ങനെ എടുത്ത് കാണും. ഈ RPTV അങ്ങനത്തെ ഒരു ചാനലുണ്ട്. അതിലെന്താ 15 മിനിറ്റും 17 മിനിറ്റിന്റെ ഒക്കെ പണ്ടത്തെ ഓരോ കളിന്റെ വീഡിയോസ് അതെടുത്ത് ഇങ്ങനെ കാണും. അപ്പൊ എന്താ വെച്ചാല് അതിൽ റയലൊക്കെ കളിച്ച കളി കാണുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ ഒരു റയലാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്ലേയേഴ്സ് കളിക്കണമെന്നുള്ളത്. അപ്പൊ സങ്കടം ദേഷ്യമൊക്കെ വരും. ബാഴ്സലോണയുടെ കളി കാണുമ്പോ ബാഴ്സലോണക്ക് ആ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈല് ഇനിയിപ്പോ ഏതൊക്കെ പ്ലേയേഴ്സ് വന്നാലും ആ സ്റ്റൈലിൽ തന്നെ കയറും. അത് ഏതൊക്കെ പ്ലേയേഴ്സ് വന്നാലും ആ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും എന്ന് പറയും. കാരണം നമ്മളെ ഫുട്ബോളിലെ ഏറ്റവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്. ആ സ്ലാട്ടൻ വെച്ചിട്ടെടുക്കാം ബാഴ്സലോണ ഈ സ്റ്റൈലിൽ തന്നെയാണ് കളിച്ചത്. ഈ സ്റ്റൈൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ ഇനി ബാഴ്സലോണയുടെ എത്ര കാലം ഉണ്ടോ അത്ര കാലം ബാഴ്സലോണ ഈ സ്റ്റൈലിലേക്കാണ്. പക്ഷെ റയലില് അങ്ങനല്ല കാര്യങ്ങൾ. പിന്നെ പണ്ടത്തെ ഒരു സംഭവം എന്താ വെച്ചാല് റയലിന്റെ പറയുമ്പോ ബെൻസമ സ്ട്രൈക്കറും റൊണാൾഡോ ലെഫ്റ്റ് വിങ് ആയിക്കാണ്. അതില് റൊണാൾഡോ ലെഫ്റ്റ് വിങ് ആണെങ്കിൽ പോലും കളിക്കുമ്പോ ആള് സെൻട്രൽ സൈഡിലേക്ക് കയറി വരും, ഗോൾ അടിക്കാൻ നോക്കും. ബെൻസമ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ലെഫ്റ്റ് കുറവും. അത് ഒരു എന്താ പറയാ മച്ചാ ബന്ധം, അത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനോ 438 ഗെയിംസിൽ 450 ഗോൾ റയലിൽ സ്കോർ ചെയ്തത്. അത് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയതുകൊണ്ട് ആണ് അത്തരത്തിലുള്ള ഒരു സ്റ്റാൻസ് ഒക്കെ. എന്താ പറയാ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ഏതെങ്കിലും ഒരു പ്ലെയർ ഏതെങ്കിലും ക്ലബിന് വേണ്ടിയിട്ട് ഇത്ര കളി കളിച്ചിട്ട് ഇപ്പൊ 400 കളി 200 കളി അടിച്ചിട്ട് ഒരു 200 ഗോളോ അല്ലെങ്കിൽ 250 ഗോളോ? അതുപോലെ ടോപ്പ് ഡിവിഷൻ അല്ലാത്ത വല്ല ക്ലബുകളിലൊക്കെ ഒരുപക്ഷെ സംഭവിക്കാം. പക്ഷെ അല്ലാത്തോടത്തുന്നത് ഉണ്ടാവില്ല. 438 ഗെയിം കളിച്ചിട്ട് 450 ഗോള്, അതും റയലിന് വേണ്ടിയിട്ട്. പിന്നെ അസിസ്റ്റ് വേറെ. അങ്ങനത്തെ ആളുകളൊന്നും ഇപ്പൊ റയലിലില്ല. അപ്പൊ റയലിനെ പറ്റി വലിയ പ്രതീക്ഷകളൊന്നും, ഐ മീൻ എനിക്കാകെ പേഴ്സണൽ പ്രതീക്ഷ ലാലിഗ മാത്രമേ ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആസനൽ അത്രയും എന്താണ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാക്ടിക്സ് അത്രത്തോളം എന്താണ് കലക്കി കുടിച്ച ആ ഒരു കോച്ചിന്റെ ആ ഒരു പ്ലാനിന്റെ അത്രത്തോളം ബിലീഫ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് ഇൻ ദാറ്റ് കേസ് എന്ന് പറയാം. ഇനി ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗിന്റെ സ്വപ്നങ്ങൾ എടുത്താല് അവിടെ ഞാൻ പറഞ്ഞ മാതിരി റൗണ്ട് ഓഫ് 16 എന്തായാലും നല്ല മത്സരക്കാരൻ. ഇനി പെട്രിന്റെ ഇഞ്ചറി കഴിഞ്ഞ് പെട്രി ആണ്. ബട്ട് നമ്മളറിയാം ഓരോ സീസണിലും ഓരോ ടീമുകളായിരിക്കും ടോപ്പ് പെർഫോമൻസ്. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയും PSG ആയിരുന്നു. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ബാഴ്സ ആ ഒരു സെമിയിൽ തോറ്റു പുറത്തായി. ഈ സീസണിൽ എനിക്ക് നിലവിൽ ഇതുവരെ തോന്നിയിട്ടുള്ള ടീം ആർസണലാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂൾ ആയിരുന്നു. കാരണം അവര് UCL ടേബിളിൽ ഫസ്റ്റ്, ലീഗിലെ ടേബിളിൽ ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന അവസരത്തിലാണ് PSG റൗണ്ട് ഓഫ് 16 അന്ന് PSG ഇതാണ് റൗണ്ട് ഓഫ് പ്ലേ ഓഫിൽ 20 21 കിടക്കുന്ന ടീമായിരുന്നു. അവര് പിന്നെ പ്ലേ ഓഫ് ജയിച്ച് റൗണ്ട് ഓഫ് 16 വന്നിട്ട് ആൻഫീൽഡിൽ വെച്ചാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനലൊക്കെ എത്താനുള്ളൂ. ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ആദ്യം എടുക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ എത്താൻ പറ്റുള്ളൂ. നിലവിലെ ടോപ്പ് ടീമുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്ന് കാണണം. ഏതായാലും ലാലിഗയുടെ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലാലിഗയില് ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. എന്തൊക്കെ നമ്മൾ എവിടേക്ക് മിസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ടോപ്പ് പ്ലേയേഴ്സ് ആണ്, ടോപ്പ് കോച്ചസ് ആണ്, ടോപ്പ് ടീമുകളാണ്. അപ്പൊ അവർക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും. അത് നേരാക്കേണ്ടതാണ്, നേരാക്കുമെന്ന് കണ്ടിരുന്ന കാണാം. പിന്നെ അർബലോയുടെ കേസ്, അർബലോവ ഈ സീസൺ കഴിഞ്ഞ് മിക്കവാറും പുറത്താവാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ലാലിഗ അടിക്കുക ചാമ്പ്യൻസ് ലീഗിൽ അത്രയും ഗ്രേറ്റ് പെർഫോമൻസ് അടുത്തൊക്കെ ചെയ്താലായിരിക്കും ഒരുപക്ഷെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായുള്ള ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഫുട്ബോളിസ്റ്റ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.